Hello everyone, welcome back to a new video. Today we'll be discussing the essay Black is a Country by Amiri Baraka. So first of all, according to a critic, D.E. Stewart, who reviewed the essay collection, actually Black is a Country is an essay that comes under the collection of essays known as Home Social Essays, and Stewart actually reviewed this in 1967. And according to him, Baraka writes beautifully and he is lucid, brilliant in his expressiveness, and often deliberately very humorous. He also added that Home is the most original and important thing ever published on race in the US. And Black is a Country is part of that originality. It is actually a black manifesto or self determination and appears in 1966 at the height of the civil rights struggle. Okay, so this is a short introduction of that essay. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നത് നാഷണലിസത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. ഇപ്പോൾ ഓഥർ പറയുന്നത് നാഷണലിസം എന്ന് പറയുന്നത് ഒരു ഡേർട്ടി വേർഡ്സ് നമ്മളൊരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് നാഷണലിസം ഇൻക്ലൂഡഡ് ആയിരിക്കുമെന്ന് പറയുന്നു. അങ്ങനത്തെ രീതിയിൽ വളരെ ഡെറഗേറ്ററി ആയിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻഫാക്റ്റ് കമ്മ്യൂണിസം പോലെ തന്നെ ഇൻഫമസ് ആയി മാറിയിരിക്കുന്നു നാഷണലിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഏതൊരു ജേർണലിസ്റ്റ് ആണെങ്കിലും കമൻറ്റേറ്റർ ആണെങ്കിലും ഈ രണ്ട് വാക്കും ഇപ്പോൾ ഇൻ്റർചേഞ്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിസവും നാഷണലിസവും ഏകദേശം ഒരേപോലെ കണ്ടുകൊണ്ട് അത് പല സിറ്റുവേഷൻസിലും ഒന്നിന് പകരം മറ്റൊന്നെന്നുള്ള രീതിയിൽ ഇൻ്റർചേഞ്ച് ആയിട്ട് വരെ യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ആക്ച്വലി ടോക്സ് അബൌട്ട് ഹൗ കോമൺ ഇറ്റ് ഹാസ് ബിക്കം, ഹൗ ക്ലീഷേ ഇറ്റ് ഹാസ് ബിക്കം, ആൻഡ് the derogatory meaning that the word has acquired over time. മാത്രമല്ല, ബറാക്ക ഇവിടെ പറയുന്നത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന ഈ ജേർണലിസ്റ്റ് ആണെങ്കിലും കമൻറ്റേറ്റേഴ്സ് ആണെങ്കിലും തന്നെ ഇവരിത് ശരിക്കും ഈ ഒരു മീനിങ് അറിഞ്ഞുകൊണ്ടല്ല ഈ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവരെ കറക്റ്റ് ചെയ്യാനും ഓഥറിനിപ്പോൾ തീരെ താല്പര്യമില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, if Americans do not understand what the word nationalism means, they will be like the boxer who never knew what hit him. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു നാഷണലിസം എന്നൊരു വാക്കിൻ്റെ ശരിക്കുള്ളൊരു മീനിങ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവരെ ഇനി കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആണ് ഓഥർ പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, the concept of acting in one's own interest is not unknown to America or the free world, which include Portugal, South Africa, and parts of Mississippi as well. Okay, I'm reading from the essay. And he also says that the effort of countries like England, France, and US to pursue these best interests of the suffering they had to undergo is also legend. അപ്പോൾ ഈ ഒരു എഫേർട്സ് എന്ന് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത് ബേസിക്കലി ആ ഒരു നേഷൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആ ഒരു ഷെയർഡ് ആയിട്ടുള്ളൊരു നോഷൻ കാണും. ഒന്നെങ്കിൽ ലാംഗ്വേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൾച്ചർ ആയിരിക്കും, ഹിസ്റ്ററി ആയിരിക്കും, എന്തെങ്കിലും ഒരു ഷെയർഡ് ആയിട്ടൊരു ക്വാളിറ്റി തന്നെ കാണും. ആ ഒരു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി നാഷണലിസം. അപ്പോൾ ഏകദേശം എല്ലാ രാജ്യങ്ങളും, എസ്പെഷ്യലി ദി സൂപ്പർ പവേഴ്സ് ലൈക്ക് ഇംഗ്ലണ്ട് ആൻഡ് US, അവരെല്ലാം തന്നെ ഈ ഒരു അവരുടേതായ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് മറ്റുള്ള രാജ്യങ്ങളിലെയോ മറ്റുള്ള ഗ്രൂപ്പുകളെയോ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ പലപ്പോഴും നടന്നിരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഓപ്പിയം വാർ, ഡിഫെൻസ് ഓഫ് ദി സ്യൂസ് കനാൽ, സ്പാനിഷ് അമേരിക്കൻ ആൻഡ് കാസ്ട്രോ അമേരിക്കൻ വാർ. ഇങ്ങനത്തുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എല്ലാം തന്നെ ഒരു രീതിയിൽ ആ ഒരു രാജ്യങ്ങൾ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാരണമായി വന്ന ഇവൻറ്റ്സ് ആണ്. ഇത് ലെജൻസ് ആണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഉരുതിരിഞ്ഞ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഐറണി അല്ലെങ്കിൽ ഒരു ഹിപ്പോക്രസി നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ സ്വന്തം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാലത്തോളം നാഷണലിസം വളരെ നല്ല കോൺസെപ്റ്റ് ആണെന്നും മറ്റുള്ള രാജ്യങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനൊരു ഡെറഗേറ്ററി മീനിങ് കൊടുക്കുന്നു എന്നുള്ളൊരു ഹിപ്പോക്രസി. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് കോളനൈസേഷൻ തന്നെ എക്സാമ്പിളായിട്ട് വെക്കാം.
ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നു, അവരുടേതായിട്ടുള്ള ലാംഗ്വേജും കസ്റ്റംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പോപ്പുലറൈസ് ചെയ്യുന്നു. നമ്മുടെ പ്ലാന്റേഷൻസും നമ്മുടെ ലാൻഡെല്ലാം അവരുടെ ട്രേഡിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടുത്തെ പ്രോഡക്റ്റ്സ് അവിടുത്തെ മാർക്കറ്റിൽ കൊണ്ടുവിൽക്കുന്നു. അതിൻ്റെ പ്രോഫിറ്റും ബ്രിട്ടീഷുകാർ തന്നെയാണ് എടുത്തിരുന്നത്. മാത്രമല്ല ഇവിടുത്തെ നേറ്റീവ്സിനെയും അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ കുറേയൊക്കെ ഇവരെ സ്ലേവ്സ് ആക്കി വെക്കുന്നു. ഇതിനെല്ലാം അവിടെയൊക്കെ ഒരു ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നു എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നാഷണലിസമാണ്. ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, പിന്നീട് ഇന്ത്യൻസ് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ ഉള്ള പല രീതിയിലുള്ള സ്ട്രഗിൾസ് വരാൻ തുടങ്ങിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? എക്സ്പ്ലോയിറ്റഡ് ആയിക്കൊണ്ടിരുന്ന ആ ഒരു ഗ്രൂപ്പ് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? നിങ്ങൾ ചെയ്യുന്നത് നാഷണലിസം അല്ല, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എത്തിയപ്പോഴേക്കും നാഷണലിസത്തിന് ഒരു ഡെറിഗേറ്ററി മീനിങ് അവർ കൊടുത്തു. ദാറ്റ് ഈസ് ദ ഹിപ്പോക്രസി ദാറ്റ് ഈസ് ബീങ് that we can see when it comes to nationalism. And he also says that many of the hotspot in the world are caused by this conflict of nationalism. കാരണം ലോകത്തുള്ള ഏതൊരു കോൺഫ്ലിക്റ്റ് എടുത്താലും, ഒരു സംഘർഷം തൊട്ടൊരു ലോകമഹായുദ്ധങ്ങൾ വരെ, ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ളൊരു നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണും. അവരുടേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റുകൾ ഓരോ രാജ്യങ്ങൾക്കും കാണും. അതവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ആ ഒരു ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് പല യുദ്ധങ്ങളും തന്നെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി സെസ് ദാറ്റ് ഇൻ ദി സിവിൽ വാർ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് was actually the victory of the industrial interest in the country over the agricultural, a kind of nationalism. For the same reason, any white racist in the South today who suddenly, for whatever hypothetical reason, became strong enough to convince some large part of the white South that secession, that is the withdrawal from Union in the 1860s, was the only way to solve the South's problem. That is, the only solution to the problem was the deposition by the tobacco people. So again, it was considered as a kind of nationalism. And then he moves on to say that the black man in America should use the same nationalism used by Africans, Asians and Latin Americans against the white people, serving one's own people's interest before those of a foreign country in their struggle for independence. അപ്പോൾ ഇത്രയും നാഷണലിസത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, അമേരിക്കയിൽ വരുന്ന ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു അപ്പാർത്തൈഡ് സിസ്റ്റം എന്താണെന്ന് പറയുന്നത് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് മാൻ, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ബ്ലാക്ക് പേഴ്സണ് അവർക്കും വേണം ആ ഒരു നാഷണലിസം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ഒരു ഇൻസ്പിറേഷൻ എടുക്കേണ്ടത്? ആഫ്രിക്കൻസ്, ഏഷ്യൻസ്, ലാറ്റിൻ അമേരിക്കൻസ് ഇവരെല്ലാം തന്നെ ഇവരുടെ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടി എങ്ങനെയാണോ ബ്രിട്ടീഷുകാരായിട്ട് പൊരുതിയത്, ആ ഒരു രീതിയിൽ വേണം ബ്ലാക്ക് മാനും അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു രീതിയിൽ വേണം അവരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു നാഷണലിസം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇൻഡിപെൻഡൻസ് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു, എപ്പോഴാണ് ആ ഒരു കോളോണൈസേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമ്മുടേതായൊരു നാഷണലിസം ഉണ്ടായി വന്നതും അതിലൂടെ ആ ഒരു സ്ട്രെങ്ത്, പോരാടാനുള്ളൊരു ശക്തി നമുക്ക് കിട്ടിയതും. അതുപോലെ തന്നെ വേണം ഈ ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിയും പൊരുത്തേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. He says that the independence is from political, economic, social, spiritual and psychological domination of the white man. The struggle is not just for equality or better job or better school, but for the freedom from, again, the domination of the white community or the society as a whole. And the writer insists on the freedom to make a choice on one's own. കാരണം ഇവിടെ കാണുന്നത് ഒരു രീതിയിലുള്ളൊരു ഒപ്രഷനാണ്. കൂടുതലും ആ ഒരു സൊസൈറ്റിയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ആൾ വൈറ്റ് മാൻ എന്നുള്ളൊരു ഇതാകുമ്പോൾ
കൂടുതലും ആ ഒരു ഐഡിയോളജി ആയിരിക്കും അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിരിക്കും അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒരു സർട്ടൺ കമ്മ്യൂണിറ്റി വളരെ സാവേജ് ആണ്, വളരെ അൺസിവിലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതൊരു അൺറിട്ടൺ റൂൾ ആകുന്നു, ഒരു ഇൻവിസിബിൾ ആയിട്ടൊരു റൂൾ ആകുന്നു. ആർക്കും തന്നെ അത് എഴുതി വെച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാമെന്ന രീതിയിൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് വരികയും അങ്ങനത്തെ രീതിയിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകളെ കാണുകയും ഒരു പ്രകോപനം കൂടാതെ തന്നെ സംഘർഷങ്ങളും കൊലപാതകങ്ങളും വരെ നടക്കുകയും ചെയ്യുന്നു. വി ഓൾ നോ അബൌട്ട് ദി മൂവ്മെൻറ്റ് കോൾഡ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ആൻഡ് വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് കാരണമാണ് പലപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങനത്തെ രീതിയിൽ കാണുന്നതും അങ്ങനത്തെ രീതിയിൽ അവരോട് പെരുമാറുന്നതും. അപ്പോൾ ആ ഒരു ഡോമിനേഷൻ, അതിനെതിരെ വേണം പോരാടേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു സ്ട്രഗിൾ ഒരു പക്ഷേ ഇക്വാളിറ്റിക്ക് വേണ്ടിയോ നല്ലൊരു ജോലിക്ക് വേണ്ടിയോ നല്ലൊരു എഡ്യൂക്കേഷന് വേണ്ടിയോ മാത്രമല്ല, അതിനെക്കാട്ടിലും ഉപരി ഈ ഒരു ഡോമിനേഷനെതിരെയുള്ളൊരു സ്ട്രഗിളാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. The new nationalists show the path on which the struggle should be made. In America, black is a country. The Cubans are attacked in America because they refuse to let them be used for the interest of the country. Patrice Lumumba was killed because he resisted the design of new colonists to continue making money from African laborers and not for communism. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ക്യൂബൻസിനെയാണ്. അമേരിക്കയിൽ താമസിക്കുന്ന ക്യൂബൻസ് തന്നെ കൂടുതലും ആക്രമിക്കപ്പെടുന്നു. എന്തിൻ്റെ കാരണം കൊണ്ടാണ്? സിംപ്ലി ബിക്കോസ് ദേ ഡു നോട്ട് കൺഫോർ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കൺട്രി. അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എഗെയിൻ ആ സൊസൈറ്റി പറയുന്ന കാര്യങ്ങളെ പലപ്പോഴും എതിർക്കേണ്ടി വരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഇവരെ തിരിച്ചാക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് പട്രീഷ് ലുമുംബയെക്കുറിച്ച് പറയുന്നത്. പോപ്പുലറായിട്ടൊരു ബിലീഫ് എന്ന് പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസം കാരണമാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു നിയോ കൊളോണിയസത്തിനെ എതിർത്തത് കൊണ്ടാണ് ശരിക്കും അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് റിയാലിറ്റി. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പല ആൾക്കാരും കൊല്ലപ്പെടുന്നത്. പക്ഷേ അന്നൊരു മറയായിട്ട് വരുന്നത് വേറൊരു കഥയായിരിക്കും, സൊസൈറ്റി പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയായിരിക്കും കൂടുതലും. അത് എല്ലാവരും വിശ്വസിക്കുന്നു. കാരണം സമൂഹമാണ് പറയുന്നത് അതുകൊണ്ട്. പക്ഷെ റിയാലിറ്റി പലപ്പോഴും വളരെയധികം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ക്യൂബൻസ് ഫേസ് ചെയ്യുന്ന ആ ഒരു സ്ട്രഗിൾ തന്നെയാണ് അവിടുത്തെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയും ഫേസ് ചെയ്യുന്നത്. And he says that the black man has been separated and made to live in his own country. A black man in America is supposed to be subservient, coward, and have lost manhood. These are the path of white man, and black should build their own road. America is a black country as a white one. A black man's struggle in America is a microcosm of the struggle of the new countries. So ഇവിടെ പറയുന്നത് ഈ ഒരു അമേരിക്ക പോലത്തുള്ള രാജ്യം എടുക്കുകയാണെങ്കിലും അവിടുത്തെ ഓരോ കമ്മ്യൂണിറ്റിയും, പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റി ആണെങ്കിലും, ദേ ആർ മെയ്ഡ് ടു ലിവ് സെപ്പറേറ്റ്. മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നില്ല, അവരെ ആരും ആ ഒരു രീതിയിൽ കാണുന്നില്ല, ആ ഒരു രീതിയിൽ അവരെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ളൊരു പെർസെപ്ഷനുണ്ട്. ലൈക്ക് ഐ സെഡ് ബിഫോർ, ദേ ആർ പെർസീവ്ഡ് ആസ് ദി അതർ. They are perceived as subservient or someone who should be submissive എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ ഉണ്ട്. മാത്രമല്ല ഇതൊരു സിംബോളിക് ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ കമ്മ്യൂണിറ്റീസ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഈ ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊരു സിംബോളിക് ഒരു സ്ട്രഗിൾ തന്നെയാണ്. And he says that this struggle is for independence and not for separation or assimilation. The idea of an all-black country is useless even if it is possible. And then he moves on to say that some black men have taken the road of cowardice, loss of manhood, and subservience to success. They are the rubber stamp that are set up as the leaders of the black in America. They are called the official Negroes. They are useless as everything else.
when a black American goes to the US and apologizes to the august body for the conduct of his people, the best interest of the black man cannot be furthered by these people. അപ്പോൾ ഇതിൽ പറയുന്നത് കുറച്ച് പേരുണ്ട് എന്താണ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു പവറിന് വേണ്ടി കൂടുതലും, നോട്ട് ഓൾ ദ ടൈം ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം, ആ ഒരു പവറിന് വേണ്ടി ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് എല്ലാം തന്നെ സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ നീഗ്രോസ് എന്നുള്ളൊരു സ്റ്റാറ്റസ് നേടിയെടുക്കുന്നത്. അത് നമുക്ക് എഗെയിൻ വേണമെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ സമയത്ത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. കാരണം ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്ന സമയത്തും ഇവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവർ വെറും എന്താണ് പേരിൽ മാത്രമായിരുന്നു ആ ഒരു പദവി എന്ന് പറയുന്നത്. ഇവരുടെ ഭരിച്ചിരുന്നത് ശരിക്കും ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ആ ഒരു കൺട്രോൾ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ആ രാജാക്കന്മാർക്ക് ആ ഒരു പദവി കൊടുത്തിരുന്നത്. പക്ഷേ ശരിക്കും രാജാവിനെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ കോളനൈസേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബ്ലാക്ക് ലീഡേഴ്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ്, വെറും പേരിന്. കാരണം അവർ ശരിക്കും ഒരു മീഡിയം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് അവിടെ ആകുന്നത്. ശരിക്കുമുള്ളൊരു കൺട്രോൾ ആ ഒരു വൈറ്റ് മാൻ, ആ ഒരു സൊസൈറ്റിയിലെ വൈറ്റ് കമ്മ്യൂണിറ്റിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അവരുടെ എല്ലാ രീതിയിലുള്ള ഐഡൻറ്റിറ്റിയുടെയും ഒരു നഷ്ടമാണ്. ദേ ആർ മെയ്ഡ് ടു സാക്രിഫൈസ് ഓർ ദേ ഒബ്റ്റെയിൻ ദീസ് ലീഡർഷിപ്പ് and many other benefits that come along with it at the cost of their identity, at the cost of their freedom. And even though they are given the tagline or label of an official Negro, the author says they are not of much use. കാരണം ഒരു ഓഗസ്റ്റ് ബോഡി ഒരു മീറ്റിംഗ് നടക്കുമ്പോഴും ഈ ഒരു റെപ്രസെൻറ്റേറ്റീവിന് ആകെയുള്ളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അപ്പോളജൈസ് ചെയ്യുക. ബിക്കോസ് സംഹൗ വൺ വേ ഓർ ദി അതർ ദേ ആർ ഓൾവേസ് ബ്ലെയിംഡ്. അങ്ങനത്തെ രീതിയിൽ ഒരു അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ടാസ്ക്കാണ് ഈ റെപ്രസെൻറ്റേറ്റീവിന് കിട്ടുന്നത്. എഗെയിൻ ഞാൻ പറഞ്ഞു, ഈ ഒരു പക്ഷേ ഈ ഒരു മീഡിയം ആയതുകൊണ്ടായിരിക്കാം ശരിക്കുള്ളൊരു കൺട്രോൾ, അല്ലെങ്കിൽ ശരിക്കും തൻ്റെ ഒപ്പീനിയൻ പറയാനോ ഒരു റെസിസ്റ്റ് ചെയ്യാനോ ഒരു എന്താണ് ഇവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു പവറോ ഒരു അതോറിറ്റിയോ ഒരു പ്ലാറ്റ്ഫോം പോലും കിട്ടാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു റെപ്രസെൻറ്റേറ്റീവിന് വെറുതെ ആ ഒരു ആളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ഒരു ടാസ്ക് മാത്രം കയ്യിൽ വരുന്നത്. ബിക്കോസ് ദ റിയൽ പവർ വുഡ് ബി വിത്ത് സമ്മൺ എൽസ്, നോട്ട് ഓൺലി സമ്മൺ, the real power would be with the dominant group in the society, which in this case we can say would be the white man. Okay, so in the conclusion part, he says that the black men need to act at the moment in extreme nationalism in the best interest of their country, because that would be the best interest of the black. So അങ്ങനത്തെ രീതിയിലൊരു ഒരു കൺക്ലൂഷനാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് സെഡ് ആൻഡ് he has written here that it is strictly up to those black people who realize these things to come out and say what? That this sort of representation is not what they need. That they need a platform to voice out their opinion, to voice out their interest, and also a space where they can protect their interest as well. And not only to say them, but also to act upon them. And we must act now. We meaning the black community. In what I say is in an extreme nationalism, that is in the best interest of our country, the name of which the rest of America has pounded into our head for 400 years, black. കാരണം അഗെയിൻ നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു വാക്കും ഒരു സ്റ്റീരിയോടിപ്പിക്കലാണ്, നമ്മുടെ യൂറോപ്യൻ ഐഡിയോളജിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. വി ആർ സെയിങ് എ ബ്ലാക്ക് പേഴ്സൺ, വി ആർ സെയിങ് ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ്. ആൻഡ് ഒരു സമയത്ത് നീഗ്രോ എന്നൊരു വാക്കും ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് ഒരു ഡെറിഗേറ്ററി ആയി, അല്ലെങ്കിൽ അത് ആ ഒരു യൂസേജ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് ദെൻ അഗൈൻ വി ആർ യൂസിങ് ദ ടേം ബ്ലാക്ക് പീപ്പിൾ, ബ്ലാക്ക് കമ്മ്യൂണിറ്റി, ബ്ലാക്ക് പേഴ്സൺ. ബട്ട് ദി ബ്ലാക്ക് ഇസ് സിംപ്ലി എ ലേബിൾ ദാറ്റ് ഈ യൂറോപ്യൻസ് ഹാവ് ഇമ്പോസ്ഡ് അപ്പോൺ ദം. ആ ഒരു സ്റ്റീരിയോ ടൈപ്പും അവിടെ കാണുന്നുണ്ട്. അതിനെല്ലാം തന്നെ എതിരെ പോരാടേണ്ട സമയം, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യേണ്ട സമയമായി. And the moment is now, not tomorrow or day after tomorrow, but now.
ആ ഒരു മെസ്സേജ് കൊണ്ടാണ് ഈ ഒരു എസ്സേ തീരുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. Basically, he talks about the nationalism and how it has become a derogatory word, mainly because the exploiters think that only their interest needs to be protected. It also talks about the stereotype, the racial discrimination or the segregation that is popular in America. Again, examples are that of Black Lives Matter, where the community, the African American community, is the one that struggles and has been struggling even now. സോ അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു എസ്സേയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. And if you are able to understand the essay, do like the video and share your opinion as well. And I'll see you in the next video. Thank you.